കോഴക്കേസിൽ ഒന്നാം പ്രതിയായ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെ കർശന നടപടിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ശേഖർ കുമാറിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയേക്കും. ഇതിനിടെ ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ വിനോദ് കുമാറിനെതിരെയും ആരോപണവുമായി പരാതിക്കാരനായ അനീഷ് ബാബു രംഗത്തെത്തി. വിജിലൻസ് കേസിൽ ഇ ഡി പ്രതിരോധത്തിലാണ്. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചു. വിജിലൻസ് കൈക്കൂലി കേസിലെ പങ്കും സമൻസ് വിവരം ചോർന്നതുമാണ് ഇ ഡി സോണൽ അഡീഷണൽ ഡയറക്ടർ അന്വേഷിക്കുക. ഇതിനിടയിലാണ് കേസിലെ പരാതിക്കാരനായ അനീഷ് ബാബു ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ വിനോദ് കുമാറിനെതിരെയും ഗുരുതര ആരോപണം ഉന്നയിച്ചത്. ശരിക്കും ശേഖർ ആണ് എന്നെ ഹറാസ് ചെയ്ത് ഇങ്ങനെ ചെയ്തത്. പക്ഷേ ശേഖർ അല്ല എന്നെ ഹറാസ് ചെയ്തത്. ഈ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു മലയാളിയാണ് എന്നെ ഹറാസ് ചെയ്തത്. നല്ലതുപോലെ ത്രട്ടൺ ചെയ്തു. ഈ ബാക്കി ഡോക്യുമെന്റും കാര്യങ്ങളും ഒക്കെ പ്രഷർ ചെയ്തത് മൊത്തം ഈ ശേഖറാണ്. അയാൾ എന്നെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആളാണ്, മലയാളിയാണ്. രാധാകൃഷ്ണനാണ് പേരെന്നാണ് എൻ്റെ ഓർമ്മ. പുള്ളിയാണ് എന്നെ ഇതുപോലെ ഇങ്ങനെ ത്രട്ടൺ ചെയ്തത്. നീ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നിന്നെ ഇത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. അത്രയും ചെയ്തത് രാധാകൃഷ്ണനാണ്. ഇ ഡിയുടെ അന്വേഷണം പണം വാങ്ങി ഒതുക്കാൻ ഇടപെട്ടിരുന്ന ആളാണ് പിടിയിലായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യർ എന്നാണ് വിജിലൻസ് നിഗമനം. ഇയാൾക്ക് ശേഖർ കുമാർ അടക്കമുള്ള ഇ ഡി ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധമാണെന്നും വിജിലൻസ് കണ്ടെത്തൽ. മൂന്നാം പ്രതി മുകേഷ് മുരളി ഹവാല ഏജന്റാണ്. ഇയാളാണ് തട്ടിപ്പ് പണം ഹവാലയായി വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കൈമാറുന്നതെന്നാണ് വിലയിരുത്തൽ. രണ്ടാം പ്രതി വിൽസനും തട്ടിപ്പിന്റെ ഒരു പങ്ക് ലഭിക്കും. പ്രതികളെ 5 ദിവസം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത ശേഷം മാത്രം ശേഖർ കുമാറിനെ വിളിപ്പിക്കാമെന്നാണ് വിജിലൻസ് തീരുമാനം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു സെറ്റിൽമെന്റ് ഏജൻസി എന്ന പരിഹാസമാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വവും പൊതുസമൂഹവും ഉയർത്തുന്നത്. വിജിലൻസിന്റെ വലയിൽ കൂടുതൽ ഇ ഡി ഉദ്യോഗസ്ഥർ കുടുങ്ങുമോ എന്ന കാത്തിരുന്നു കാണാം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24.